ടാക്സി. വെള്ളം വെള്ളം വെള്ളം. അയ്യോ. ഹലോ ഹലോ. എന്റെ ഭാഗ്യമാണ് നിങ്ങൾ അപ്പോഴാ വഴി വന്നത്. അല്ല, എന്റെ വിധിയാണ്. ഞാൻ ഓർക്കുകയായിരുന്നു, കണ്ടില്ലായിരുന്നെങ്കിൽ. കാണണമല്ലോ. കാണണമെന്ന് വിധിയുള്ളപ്പോ പിന്നെ കണ്ടില്ലായിരുന്നെങ്കിലെന്ന് ചിന്തിച്ചിട്ട് കാര്യമുണ്ട്. അതിരിക്കട്ടെ, എന്താ സംഭവിച്ചത്? അത് ഞാൻ കുറച്ചു ദിവസം ഊട്ടിയിൽ താമസിക്കാൻ വന്നതാണ്. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് കഴിഞ്ഞ ആഴ്ച അയാൾ ട്രാൻസ്ഫർ ആയി പോയെന്ന്. ഒരു മുൻകരുതലും ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ കാരണം എന്താ? പറയാൻ പ്രയാസമുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? ഞാൻ വരുന്നത് കിങ്ങിണിക്കരയെന്ന്. കിങ്ങിണിക്കരയോ? എന്താ, അറിയാമോ? അറിഞ്ഞൂടാ, പക്ഷേ കേട്ടിട്ടുണ്ട്. എങ്ങനെ കേൾക്കാൻ? കേൾക്കാണ്ടൊക്കെ വേണം. അത്ര പ്രസിദ്ധിയുള്ള നാടല്ലല്ലോ അത്. കേട്ടറിയണമെങ്കിൽ പ്രസിദ്ധി തന്നെ വേണമെന്നുണ്ടോ? കുപ്രസിദ്ധി ആയിക്കൂടെ? അതിരിക്കട്ടെ, ഇനി എന്താ പരിപാടി? സ്നേഹിതനെ പോയി കാണുന്നുണ്ടോ? ഇല്ല, എനിക്ക് നാട്ടിലേക്ക് മടങ്ങിപ്പോയാൽ മതി. എന്താ, പേടിച്ചു പോവാണോ? അല്ല, ഇനി മടങ്ങിയാൽ മതി. പക്ഷേ ഇതിൽ കാശൊന്നുമില്ല. കാശ് മാത്രമല്ല, മടങ്ങിപ്പോകാൻ ഒരു നല്ല വസ്ത്രം പോലും ഇല്ലെന്നറിയാം. എല്ലാം ഞാൻ ശരിപ്പെടുത്തി തരാം. നാളെ വൈകിട്ടുള്ള ട്രെയിനിൽ മടങ്ങിപ്പോവാൻ തയ്യാറായിക്കൊള്ളുക. റൈറ്റ്? റാം, ഇവിടുത്തെ ഭക്ഷണമൊന്നും ഇഷ്ടപ്പെട്ട് കാണില്ലല്ലേ? ഇവിടൊക്കെ ഒരു പ്രത്യേകതരം പ്രിപ്പറേഷൻ ആണ്. അങ്ങനെയൊന്നുമില്ല. ജി സാബ്. റാം, सबको कमरा दिखाओ और इनका ख्याल लेना. समझे? ठीक. Have a good sleep and relax. അല്ല, എനിക്കിതുവരെ മനസ്സിലായില്ല. നല്ല തമാശ. ഈ ചോദ്യം ഞാൻ നിങ്ങളോടല്ലേ ചോദിക്കേണ്ടത്? ഞാൻ ഇതേവരെ നിങ്ങളുടെ പേരെന്താണെന്ന് പോലും ചോദിച്ചില്ല. ആ നിലയ്ക്ക് ഞാൻ ആരാണെന്നുള്ള ഈ ചോദ്യം അനാവശ്യമല്ലേ? ഗുഡ് നൈറ്റ്. അല്ല, ഉറങ്ങിയില്ലേ? ഇല്ല, എനിക്ക് ഉറക്കം വരുന്നില്ല. എന്താ അത്? ഐ ആം ടോട്ടലി ഡിസ്റ്റർബ്. എന്താ കാര്യം? എന്താ കാര്യം എന്ന് പറയൂ. ഞാനൊരു ബാങ്ക് മാനേജറാണ്. ഓഹോ, അതുകൊണ്ട്? ഐ ആം വെരി മച്ച് വറീഡ്. എന്താ, ബാങ്ക് സംബന്ധമായ കുഴപ്പം കാണിച്ചോ? അയ്യോ, അതല്ല. എനിക്ക് കുറച്ച് സംസാരിച്ചാൽ ആശ്വാസം കിട്ടും. റൈറ്റ്. കേൾക്കുന്നത് ഞാനായാ മതിയോ? എനിക്കത് ആരോടെങ്കിലും പറഞ്ഞാൽ മതി. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഊട്ടി വരെ വന്നത്. ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. കിങ്ങിണിക്കര ഗ്രാമത്തെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. ഞാനവിടെ ചെല്ലുമ്പോൾ ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് ഇതാണ് എന്ന് പറഞ്ഞ മഹാൻ ആരായാലും ശരി. ആരാണെന്ന് എനിക്ക് നിശ്ചയമില്ല. അദ്ദേഹം കുറച്ചു കാലമെങ്കിലും ഈ കിങ്ങിണിക്കര ഗ്രാമത്തിൽ ജീവിച്ചിരുന്നിരിക്കും. ഞാൻ എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്നത് നിങ്ങളുടെ ഈ ഗ്രാമത്തിൽ വച്ചായതിൽ എനിക്ക് ഏറ്റവും അധികം സന്തോഷമുണ്ട്. എനിക്ക് കിട്ടാവുന്നതിലേറെ സ്നേഹവും
സഹകരണവും നിങ്ങൾ തന്നിരിക്കുന്നു. അതിനെപ്പറ്റി പറയുമ്പോൾ ഏതാനും വ്യക്തികളെ ഈ അവസരത്തിൽ ഓർമ്മിക്കാതിരിക്കാൻ സാധ്യമല്ല. അതിൽ പ്രധാനപ്പെട്ടത് മാളിയേക്കലെ മഹേശ്വരി അമ്മയാണ്. ഒരു മഹിളാ സമാജം പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എനിക്കും എന്റെ സ്ഥാപനത്തിനും അവർ നൽകിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ ഒരിക്കലും മറക്കാവുന്നതല്ല. മഹേശ്വരി അമ്മയെ പറ്റി പറയുമ്പോൾ ഗോകുലത്തിലെ തങ്കമണി കുഞ്ഞമ്മയും എനിക്ക് മറക്കാൻ പറ്റില്ല. മഹിളാ സമാജത്തിന്റെ മുൻ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അവർ തന്നാലാവുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ബാങ്കുമായി വലിയ ബന്ധമൊന്നുമില്ലെങ്കിലും നിങ്ങളുടെ എല്ലാം കണ്ണിനുണ്ണിയായ റവറൻ ഫാദർ ജോൺ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ചിരിയോടുകൂടി എന്നെ വീക്ഷിക്കുന്നത് എനിക്ക് കാണാം. പള്ളി എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന്റേത് മാത്രമല്ല എന്ന് തെളിയിച്ചത് അദ്ദേഹം മാത്രമാണ്. സ്വൽപ്പം എടുത്തിയാട്ടക്കാരനാണെങ്കിലും പഞ്ചായത്ത് മെമ്പർ ഭാർഗവൻ പിള്ളയെയും എനിക്ക് മറക്കാനാവില്ല. നന്ദി പറയുന്ന അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല. എന്നാലും ഞാൻ നന്ദി പറയുന്നു, നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി. ഇപ്പോഴിവിടെ ഇല്ലെങ്കിൽ തന്നെയും എനിക്കൊരിക്കലും മറക്കാനാവാത്ത വ്യക്തിയാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഇവിടെയുള്ള ആശുപത്രിയുടെ കാര്യമായാലും ശരി, സ്കൂളിന്റെ കാര്യത്തിലായാലും ശരി, പള്ളിയുടെ കാര്യത്തിലായാലും ശരി, കൈ അയഞ്ഞ സംഭാവനകളും സഹായ സഹകരണങ്ങളും നൽകി ഈ നാട്ടുകാരുടെ ഒന്നടങ്കം സ്നേഹാദരങ്ങൾ പിടിച്ചു പറ്റിയ അദ്ദേഹത്തിന്റെ പരിചരണവും എനിക്ക് കുറച്ചുനാൾ അനുഭവിക്കാനിടയായിട്ടുണ്ട്. ഇനി ഞാൻ ഓരോരുത്തരെയായി എടുത്തെടുത്ത് പറഞ്ഞ് സമയം ദീർഘിപ്പിക്കുന്നില്ല. ഈ നാട്ടുകാരോട് മൊത്തത്തിലുള്ള എന്റെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് തൽക്കാലം എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഞാൻ പുതിയ മാനേജർ ശ്രീ ഓമനക്കുട്ടനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. അടുത്തതായി നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാൻ ഞങ്ങളുടെ ബാങ്കിലെ അക്കൗണ്ടന്റായ ശ്രീമാൻ ജോയിയെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. സുഹൃത്തുക്കളെ, ഈ അവസരത്തിൽ ദീർഘമായ ഒരു പ്രസംഗം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പുതിയ മാനേജറായി ചാർജെടുത്ത ശ്രീ ഓമനക്കുട്ടന് എന്റെ വ്യക്തിപരമായ പേരിലും ബാങ്കിലെ ജീവനക്കാരുടെ പേരിലും ഞാൻ സ്വാഗതം നേരുന്നു. ഇനി കസ്തൂർബ മഹിളാ സമാജത്തിന്റെ പേരിൽ റിട്ടയർ ചെയ്തു പോകുന്ന നമ്പ്യാർ സാറിന് ഹാരാർപ്പണം നടത്താൻ സമാജം പ്രസിഡന്റ് ശ്രീമതി മഹേശ്വരമ്മയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇനി ഒരു ചെറിയ ചായ സൽക്കാരമുണ്ട്, നമുക്ക് അങ്ങോട്ട് നീങ്ങാം. പിന്നെ മഹേശ്വരി, ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചോണ്ടിരിക്കുക. എന്താ നത്തുന്? രാജപ്പൻ എന്തെങ്കിലും ഒരു ബിസിനസ് ഇട്ടുകൊടുത്ത് ശരിപ്പെടുത്തി എടുക്കണമെന്ന് എന്റെ ആഗ്രഹം. അത് കൊള്ളാം. ഒന്നാം പഠിത്തത്തിൽ പുറകോട്ടാണല്ലോ. എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന അവന് നല്ലത്. അതിപ്പോ അത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് അവന്റെ കല്യാണം നടത്തിയാൽ കൊള്ളാമെന്നാണ് എന്റെ അഭിപ്രായം. അവന് ബിന്ദുവിനെ ഇഷ്ടമാണ്. പിന്നെ നമ്മൾ നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണല്ലോ. നമ്മള് അത്ര ധൃതി കാണിക്കണം നാത്തൂനെ. അതെന്താ മഹേശ്വരി അങ്ങനെ പറഞ്ഞത്? നമ്മൾ നേരത്തെ മനസ്സിൽ ആഗ്രഹിച്ച് ഉറപ്പിച്ചിട്ടുള്ളതാ. പക്ഷെ പിള്ളേരുടെ ഇപ്പോഴത്തെ മനസ്സിനെ പറ്റി ഒന്നും പറയാൻ പറ്റില്ലെന്നേ. പോരെങ്കിൽ അവൾ എപ്പോഴും പഠിത്തം കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഏതായാലും ഞാനൊന്ന് കാര്യമായിട്ട് ആലോചിക്കട്ടെ. ഇതേ വരുന്നേ. എന്റെ ദൈവമേ, ചീട്ടുകളി ആരെങ്കിലും കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ തെണ്ടിപ്പോയനെ. 24 മണിക്കൂർ തള്ളി നിൽക്കണ്ടേ? എന്റെ ചേട്ടാ, ചീട്ടുകളി എന്ന് പറയുമ്പോ അമ്മയ്ക്ക് ഇത്ര ദേഷ്യം. അത് പണ്ട് നമ്മുടെ അച്ഛൻ ചീട്ട് കളിച്ചുകൊണ്ടിരുന്നപ്പോഴാ ഹൃദയസ്തംഭനം മൂലം മരിച്ചുപോയത്. അപ്പൊ അമ്മയ്ക്ക് പേടി എനിക്ക് ഈ ചീട്ടുകളിയിലുള്ള താല്പര്യം കൂടുന്തോറും എന്റെ ഹൃദയവും സ്തംഭിക്കുമോന്നാ. അയ്യോ അമ്മ, നീ പോയി പറഞ്ഞു കൊടുക്കല്ലേ, നീ കരിങ്കാലിയാ. എടാ രാജപ്പ, അമ്മേ, യാത്രയപ്പോ എങ്ങനെയായിരുന്നു? എടാ ആ ഫോട്ടോ ഇങ്ങെടുത്തേ. ആ ഫോട്ടോ പറയുന്ന കേക്ക്.
അടുക്കളക്കപ്പുറത്ത് ആ ചായപ്പില്ലേ അവിടെ കാണും കൊണ്ടിട്ട്. അമ്മ ഇത് അപ്പച്ചി മഹിളാ സമാജം പ്രസന്റ് ആയപ്പോ എടുത്ത ഫോട്ടോ അല്ലേ? പറയുന്നേ കേൾക്കുന്നുണ്ടോ? ഒരു മഹിളാ സമാജം പ്രസിഡന്റ്, ഇന്ത്യൻ പ്രസിഡന്റിനേക്കാൾ വലുതൊന്നും അല്ലല്ലോ ഇത്. എന്താ അമ്മേ, എന്ത് പറ്റി? രാജപ്പനെ കൊണ്ട് ബിന്ദുമോളെ കല്യാണം കഴിപ്പിക്കുന്ന കാര്യം വളരെ ചെറുപ്പത്തിലെ തീരുമാനിച്ചിട്ടുള്ളതാ. ഇന്ന് ഞാനതൊന്ന് സൂചിപ്പിച്ചപ്പോ ഒരു പ്രസിഡന്റ് ഭാഷ. ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന്. ഇതെന്താ നിയമസഭയോ മറ്റാണ്? ഇന്നലെയാ ഈ പ്രസിഡന്റ് പദവിയൊക്കെ വന്നത്. ഏതായാലും എന്റെ മോന് അവളുടെ മോളെ ഇനി വേണ്ട. പക്ഷെ അവളുടെ മോളെ കെട്ടാൻ പോകുന്ന പച്ചക്കാമദേവൻ ആരാണെന്ന് എനിക്കൊന്ന് അറിയണം. ചാക്കോ, എന്തോ നിന്റെ കൊച്ചമ്മ ഇപ്പൊ ഒരു താണ്ടോ നൃത്തമൊക്കെ കഴിഞ്ഞിരിക്കുകയായിരിക്കും അല്ലേ? എപ്പോഴെന്തിനാ എന്നെ കൊച്ചമ്മ എന്ന് പറഞ്ഞ എന്നെ കളിയാക്കുന്നേ? അതെന്റെ പഴയ കൊച്ചമ്മയല്ലേ. ഇപ്പൊ എന്റെ കൊച്ചമ്മ എന്ന് പറഞ്ഞാൽ ഇവിടത്തെ കൊച്ചമ്മയാ. കോളേജിൽ പഠിക്കുന്ന എന്റെ മോളെ എവിടെ? SSLC തോറ്റ് വായി നോക്കി നടക്കുന്ന ഇവൻ എവിടെ? പണ്ട് വല്ലതൊക്കെ പറഞ്ഞു കാണും. ചെറുപ്പത്തിലെ എല്ലാ കുട്ടികളും കാണാനൊരു നന്നായിരിക്കും. അന്ന് അറിയില്ലല്ലോ വളർന്നു വരുമ്പോ ഇവൻ ഇങ്ങനെ ഒരു വിഡ്ഢി കുഷ്മാണ്ടായിരിക്കുമെന്ന്. കൊച്ചമ്മ പറഞ്ഞത് നേരാ. കുട്ടിക്കാലത്ത് നാട്ടുകാരെല്ലാം എന്നെ തക്കാളിപ്പഴം എന്നാ വിളിച്ചിരുന്നെ. ഇപ്പം പറഞ്ഞിട്ട് എന്നാ കാര്യം? പക്ഷെ രാജപ്പനെ കൊണ്ട് ഇവിടുത്തെ ബിന്ദുമോളെ കല്യാണം കഴിപ്പിക്കണമെന്ന് വെച്ചാല് തമാശ, ഭയങ്കര തമാശ. ചാക്കോ, എന്തോ നല്ല മണം വരുന്നല്ലോ. കുമാൻ അടിക്കുന്നുണ്ട്. അത് കൊച്ചമ്മ ചാക്കോ അല്പം